ഹായ് എവരിവൺ. ഇന്നത്തെ വീഡിയോയിൽ പുതിയ OTT റിലീസുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി പരിമള ആൻഡ് കോ എന്ന് പറഞ്ഞ മൂവിയാണ്. കുറേ നാളുകൾക്ക് ശേഷം ജയറാം ഉർവശി കോംബോ വന്നൊരു മൂവിയാണ് പരിമള ആൻഡ് കോ എന്ന് പറയുന്നത്. ഇതൊരു തമിഴ് മൂവിയാണ്. എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് എന്ന മൂവിയാണ് പരിമള ആൻഡ് കോ. വിചാരിച്ചത്രയും ഒരു എക്സ്ട്രീമിലേക്ക് പോകാൻ ഈ സിനിമയ്ക്ക് കഴിയാത്ത പോലെ എനിക്ക് തോന്നി. ഇത് C5 ആണ് OTT സ്ട്രീമിംഗ് ഏറ്റെടുത്തിരിക്കുന്നത്. ജൂലൈ 10 പരിമള ആൻഡ് കോ C5 സ്ട്രീമിംഗ് ആരംഭിക്കും. താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. അടുത്തതായി പെഡി എന്ന് പറഞ്ഞ മൂവിയാണ്. രാംചരൺ, ജാൻവി കപൂർ എന്നിവർ പ്രധാന കഥാപാത്രമായി വന്ന തെലുങ്ക് മൂവിയാണ് പെഡി എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഒട്ടും ഇഷ്ടപ്പെടാതെ പോയൊരു മൂവിയാണ് പെഡി എന്ന് പറയുന്നത്. ഇത് പാൻ ഇന്ത്യൻ ഭാഷകളിലാണ് OTT പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടുനോക്കാം. മലയാളം ഉൾപ്പെടുന്ന ഭാഷകളിലും പെഡി അവൈലബിൾ ആണ്. അടുത്തതായി ലാൻഡ് ഓഫ് ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു സ്പോർട്സ് ഡോക്യുമെൻ്ററിയാണ്. ഇതൊരു മലയാളം ഡോക്യുമെൻ്ററിയാണ്. അതായത് കേരളത്തിലെ ആളുകൾക്ക് ഫുട്ബോൾ എത്രത്തോളം ഇഷ്ടമാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഡോക്യുമെൻ്ററിയാണിത്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ജൂലൈ 10 ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതായി ബൾട്ടി എന്ന് പറയുന്ന മൂവിയാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ് ബൾട്ടി. ഷൈൻ നിഗത്തിൻ്റെ ആക്ടിംഗ് ആയാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇത് സോണി ലൈവിൽ ജൂലൈ 10 സ്ട്രീമിംഗ് ആരംഭിക്കും. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. അടുത്തതായി ബാന്ദ്ര എന്ന് പറഞ്ഞ മൂവിയാണ്. 2-3 കൊല്ലമായിട്ട് പെട്ടിൽ കിടക്കുന്ന മൂവിയാണ് ഈ ബാന്ദ്ര എന്ന് പറയുന്നത്. ഇത് ജിയോ ഹോട്ട്സ്റ്റാർ ഏറ്റെടുത്തു എന്ന് പറയുന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട്. അത് കറക്റ്റ് ആണോ എന്നറിയില്ല. എങ്കിലും അധികം വൈകാതെ തന്നെ ബാന്ദ്ര വരുമെന്ന് പ്രതീക്ഷിക്കാം. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടൊരു മൂവി കൂടിയാണ് ബാന്ദ്ര. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ പോയ, ഒട്ടും മറക്കാവാതെ പോയൊരു മൂവിയാണ് ബാന്ദ്ര എന്ന് പറയുന്നത്. എന്തായാലും വന്നു കഴിഞ്ഞാൽ കണ്ടു നോക്കുക. താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. അടുത്തതായി കാട്ടാളൻ എന്ന് പറഞ്ഞ മൂവിയാണ്. ഇതും ഈ പറഞ്ഞ പോലെ ഹൈപ്പിനനുസരിച്ച് എത്താതെ പോയൊരു മൂവിയാണ് കാട്ടാളൻ എന്ന് പറയുന്നത്. ഇത് ജൂലൈ തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്തതായി ആശാൻ എന്ന് പറയുന്ന മൂവിയാണ്. ഇന്ദ്രൻ ചേട്ടൻ പ്രധാന കഥാപാത്രമായി വന്നൊരു മൂവിയാണ് ആശാൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ സൺ നെക്സ്റ്റിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. അടുത്തതായി ബസൂക്ക എന്ന് പറയുന്ന മൂവിയാണ്. ഈ മൂവി ജൂലൈ മാസത്തിലെങ്കിലും വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ജിയോ ഹോട്ട്സ്റ്റാർ ഏറ്റെടുത്തു എന്ന് പറയുന്ന റിപ്പോർട്ട്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ജൂലൈ മാസത്തിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി പള്ളിച്ചട്ടമ്പി എന്ന മൂവിയെ കുറിച്ചാണ്. ഇത് ജൂലൈ മാസത്തിൽ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇത് മനോരമ മാക്സ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അടുത്തതായി വിലായത്ത് ബുദ്ധയാണ്. ഇത് ജിയോ ഹോട്ട്സ്റ്റാർ ഏറ്റെടുത്തു എന്ന് പറയുന്നു. ഇതും ജൂലൈ മാസത്തിൽ പ്രതീക്ഷിക്കുന്ന ഒരു മൂവിയാണ്. ഈ പറഞ്ഞതിൽ ബസൂക്ക, പള്ളിച്ചട്ടമ്പി, വിലായത്ത് ബുദ്ധ എന്നിവ എന്നാണ് വരിക എന്നുള്ള കാര്യം കൃത്യമായി ഉറപ്പില്ല. എല്ലാം ജൂലൈ മാസത്തിൽ തന്നെ പ്രതീക്ഷിക്കുന്ന മൂവികളാണ്. അടുത്തതായി ഗവർണർ എന്ന് പറഞ്ഞ മൂവിയാണ്. ഇതിന് റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. അടുത്തതായി ഡോസ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ത്രില്ലർ മൂവിയാണ്. ഇത് ആമസോൺ പ്രൈമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ OTT അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന മൂവീസ് ഏതാണെന്ന് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. പുതിയ OTT അപ്ഡേറ്റ്സുകളെ കുറിച്ചും സിനിമ ഒപ്പീനിയനുകളെ കുറിച്ചും അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.